ഹായ് ഹലോ എല്ലാവർക്കും ക്വിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസിന്റെ ഡേ 2 ആണ്. ഏതാനും മുൻവർഷ ചോദ്യങ്ങൾ അതിന്റെ കണക്ടിംഗ് ഫാക്ട്സും നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഉത്തരം ഓപ്ഷൻ ഡി. ഇവരെല്ലാം 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചവരാണ്. ഗുകേഷ് ഡി ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ് എന്നീ മേഖലകളിലാണ് ഇവർക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഉത്തരം ഓപ്ഷൻ ബി, ചെനാബ് റെയിൽവേ പാലം. ഈ പാലത്തിന്റെ ഉയരം 359 മീറ്റർ അഥവാ 1178 അടിയാണ്. ജമ്മു കാശ്മീരിലെ റിയാസ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിന് ഐഫിൽ ടവറിനേക്കാൾ ഏകദേശം 35 മീറ്റർ ഉയരമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി. ഉത്തരം ഓപ്ഷൻ സി, എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അവാർഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ്. ഉത്തരം ഓപ്ഷൻ ബി, ഡീപ് സീക്ക്. ഓപ്ഷൻസ് നോക്കുമ്പോൾ ChatGPT എന്നത് ഓപ്പൺ AI എന്ന കമ്പനിയുടെ ചാറ്റ് ബോട്ടും, ജെമിനി ഗൂഗിളിന്റെ ചാറ്റ് ബോട്ടും, ക്ലൗഡ് എന്നത് ആൻഡ്രോപിക് എന്ന കമ്പനിയുടെ ചാറ്റ് ബോട്ടുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രീസ് വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി, അമരാവതി. അമരാവതി ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനമാണ്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് നിലവിൽ വന്നത് എന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം. 15 വയസ്സിന് താഴെ, 18 വയസ്സിന് താഴെ, 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി, 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ടവരാണ്. പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ KV മനോജ് കുമാറാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലിബർ ഓഫീസ് ഇംപ്രസ്. MySQL, Oracle, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നിവ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളാണ്. എന്നാൽ ലിബർ ഓഫീസ് ഇംപ്രസ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, വൃശ്ചികോത്സവം തളിക്ഷേത്രം കോഴിക്കോട്, പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പഴശ്ശിനിക്കടവ്, പൈങ്കുനി ഉത്സവം കൽപ്പാത്തി പാലക്കാട്. ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 3ഉം. വൃശ്ചികോത്സവം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും പൈങ്കുനി ഉത്സവം നടക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുമാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹ്യ മാധ്യമമാണ്. ഉത്തരം ഓപ്ഷൻ എ, ഡയസ്പോറ. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് എന്നിവ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി, ഇറയിളി. ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത് 1750 ജനുവരി 3 കാര്യം ഒന്ന് ഓർത്തേക്കണേ. അടുത്ത ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം, രാമായണം, യജുർവേദം. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 ഇടം നേടിയത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. എന്റെ വഴിയമ്പലങ്ങൾ എന്നത് SK പൊറ്റക്കാടിന്റെ ആത്മകഥയാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഉറൂപ്പ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണന്റെ രചനയാണ് സുന്ദരികളും സുന്ദരന്മാരും.
അവസാനത്തെ ചോദ്യം, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആര്യസമാജം. 1875 സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ബ്രഹ്മസമാജം 1828 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ്. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.